ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററി അദ്ദേഹം വിദേശത്ത് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെ കാണുന്നു, ഹോം മിനിസ്റ്ററെ കാണുന്നു, പെട്ടെന്ന് പെർമിറ്റ് ചെയ്തു. ഇത് സൗദി അറേബ്യ കൊടുക്കാത്തത് ഇന്ത്യയും സൗദി അറേബ്യ ആയിട്ടുള്ള ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായി. അത് കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയതാണ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ. ഇത് പിന്നീട് സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള അന്യോന്യം അവർ തമ്മിലൊരു കരാറിൽ ഒത്തുവെക്കുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് ഇതൊരു കറക്റ്റ് ടൈമല്ല, അവിടെ പോകണ്ട എന്നും പറഞ്ഞ് പെർമിഷൻ കൊടുക്കാതിരുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം പെർമിഷൻ കൊടുത്തു. അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഒരു സമൻസ് അയച്ചു, അത് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് കൃത്യമായിട്ട് EDയുടെ വെബ്സൈറ്റിലൊക്കെ ഈ സാധനമുണ്ട്. അതവർ സെർവ് ചെയ്തിട്ട് അവിടെയും അതുവരെ ഒതുക്കാൻ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. അതായത് KMRന്റെ ഇഷ്യൂ എടുക്കുക, വീണ വിജയൻ്റെ ഇഷ്യൂ എടുക്കുക. അതിനകത്ത് കൃത്യമല്ല, ഇത്രയും പ്രാവശ്യം ഈ വീണ വിജയന് മാസപ്പടിയായിട്ട് ഇത്രയും പണം വരുന്നു. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, ലോജിക്കായിട്ട് ആലോചിക്കുക. പണം വരുന്നു, ആ പണവുമായി ബന്ധപ്പെട്ട് ഇവരെ ആരാണ് KMR, അതായത് ഈ കർത്തയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ചതാരാ? അവർ പെട്ടെന്ന് ഒരു പുല്ലും ചെയ്തിട്ടില്ല ഈ സംഭവത്തിന്. ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു മെയിലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നോർമലായിട്ട് ചെയ്യുന്നൊരു സംഭവത്തിന് എല്ലാ മാസവും ഇത്ര വെച്ച് മാസപ്പടി കൊടുത്തിട്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും SFIയോ അതോ EDയോ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ,